ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഡേറ്റ് 2024. ഏതാനും മണിക്കൂറുകളും മിനിറ്റുകളും നിമിഷങ്ങളും കൊണ്ട് അവസാനിക്കാൻ പോവുകയാണല്ലേ. ഈ സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ 23 ഇതുപോലെ ഡിസംബർ മാസം 1 എടുത്ത, അല്ല അതിന് മുമ്പ് തന്നെ എടുത്ത ചില റെസൊല്യൂഷൻസ് ഉണ്ട്. അതൊക്കെ എവിടം വരെ ആയി? അതൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ലക്ഷ്യങ്ങളിലെത്താൻ കഴിഞ്ഞു എന്നൊക്കെ ഒന്ന് ചിന്തിക്കാം. ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, എത്താൻ പരിശ്രമിക്കാം, പുതിയ റെസൊല്യൂഷൻസ് എടുക്കാം. ലക്ഷ്യമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം മസ്റ്റ് ഡു ക്രിയേറ്റ് സർട്ടൻ ഗോൾസ് ഫോർ us, okay? Then we work for attaining that. Naturally it will be fulfilled. നമ്മൾ മഹാന്മാരെല്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലേ. അപ്പം ജീവിതത്തിൽ ജനിച്ചു പോയി, ഈ ഭൂമിയിൽ ജനിച്ചു പോയി, അതുകൊണ്ട് എന്നും ഞാൻ ഒരു ഡെയിലി ലേബറാകണം, എന്നും ഞാൻ ഒരു സാധാരണക്കാരനാകണമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഉയരണം, എനിക്കും ലക്ഷ്യബോധത്തോടെ സമൂഹത്തിൽ ജീവിക്കണം, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണം എന്ന ദൃഢമായ അഭിവാഞ്ച നമുക്കുണ്ടായിരിക്കണം. ആ അഭിവാഞ്ചയോടുകൂടി നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. ഗുജറാത്തിൽ നിന്നോ ബീഹാറിൽ നിന്നോ ആസാമിൽ നിന്നോ ഒരു പയ്യൻ, അവൻ ജീവിതത്തെ നേടിയെടുത്തത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. വെറും 6 വർഷം കൊണ്ടാണ് അവൻ ഒരു ലക്ഷാധിപതിയായത്. 15 വയസ്സിൽ ഈ നാട്ടിൽ അവൻ്റെ കൂട്ടുകാരനെ തേടി വന്നവനാണ്, കയ്യിൽ 5 പൈസ ഇല്ലാതെ. അവനാണ് 6 വർഷം കഴിഞ്ഞപ്പം മലയാളികളടക്കം 45ഓളം തൊഴിലാളികളുടെ ബോസായി മാറിയത്. ഇച്ഛാശക്തിയാണ്, ഉയരണമെന്ന അഭിവാഞ്ചയാണ്, ദൃഢമായ നിശ്ചയം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം തന്നെ എന്തെല്ലാം SIP ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. SIP, സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. എങ്ങനെയാണ്? ചെറിയ എമൗണ്ട് നിക്ഷേപിച്ചാൽ മതി. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. നമ്മളൊരു കൂലിപ്പണിക്കാരനാണ്, അല്ലെങ്കിൽ കാർപ്പൻ്ററാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, ശരിയാണ്. നമുക്ക് കിട്ടുന്ന തുകയിൽ 1000 രൂപ കിട്ടുന്നെങ്കിൽ 100 രൂപ നമ്മളെ ബാങ്കിൽ നിക്ഷേപിച്ച് തുടങ്ങി എവരി 4th ഡേയിൽ SIPയിലേക്ക് അത് കൺവേർട്ട് ചെയ്തേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിനൊക്കെ അങ്ങനത്തെ സ്കീമുണ്ട്. ഈ പറഞ്ഞ എനിക്കും ഉണ്ട് അങ്ങനത്തെ സ്കീം, ഞാൻ ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അറിയാതെ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. ഒരു സാധാരണ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാൾ, 1000 രൂപ ശമ്പളം കിട്ടുന്ന ആൾ ഡെയിലി, അവനൊരു 100 രൂപ മാറ്റി വെക്കാൻ വലിയ പ്രശ്നമുണ്ടോ? അവൻ്റെ ഭാര്യ കുടുംബശ്രീയിലോ മറ്റൊക്കെ പോയി ഒരു 600-700 അവളും സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 50-100 അതുകൂടെ സൂക്ഷിച്ചേ. എന്താ വരാൻ പോകുന്നറിയോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് 8ാം ക്ലാസ് ആകുമ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ 30-40 ലക്ഷം രൂപ വരും. ഉയരണമെന്ന ദൃഢമായ ആശയമുണ്ട്. അതൊക്കെ സിമ്പിൾ വേയാണ്, വേറെയും വഴികളുണ്ട്. അപ്പം ആ പയ്യൻ ചെയ്തതെന്താ? ഒരു വർഷം വെറും 150 രൂപയ്ക്ക് ഒരു കൃഷിക്കാരൻ്റെ കൂടെ കൂടി. അയാളെല്ലാ ചിലവും 150 രൂപ കൊടുത്തു. ആ 150 രൂപ ചിലപ്പോൾ ഇൻസെൻറ്റീവ്സും കൊടുത്ത് കാണും, ടിപ്സും കൊടുത്ത് കാണും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പം 3-4 ഏക്കർ വസ്തു ഏതോ മടിയനായ കൃഷിക്കാരൻ്റെ അവൻ ഏറ്റെടുത്തു. ഈ 1 ഏക്കറിന് 15,000 രൂപയ്ക്കല്ലേ പാട്ടമുള്ളൂ. അങ്ങനെ 3 ഏക്കറായപ്പോഴോ 45 രൂപ മുടക്കുള്ളൂ. കൃഷി നമുക്ക് ബാങ്കിൽ നിന്ന് ഈടില്ലാതെ വായ്പ കിട്ടും. കൃഷി ചെയ്തു. എന്താ, ഒരു കൂലിപ്പണിക്കാരനായി ജീവിതം ഹോമിക്കേണ്ട അവൻ ഒരു മുതലാളിയായി മാറി. അവൻ്റെ കീഴിൽ നമ്മൾ ശ്രേഷ്ഠന്ന് കരുതി നമ്മുടെ ആശാന്മാരും 10-45 പേര് പണിയെടുക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉയരണമെന്നുള്ള അഭിവാഞ്ച ഉണ്ടെങ്കിൽ ഏതൊരു ചെറിയ ആൾക്കും, ചെറുതെന്ന് പറയാൻ പറ്റില്ല, വലിയ ആൾ തന്നെ, സമൂഹത്തിൽ ഏതൊരുവനും ഉയരാൻ പറ്റും. സ്വന്തമായ ഭവനം, സ്വന്തമായ വാഹനം, സ്വന്തമായ ജീവിതചര്യകൾ, കുട്ടികളുടെ ഉയർന്ന വിദ്യാഭ്യാസം, അഭിമാനത്തോടെ അന്തസ്സോടെയുള്ള ജീവിതം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് റെസൊല്യൂഷൻസ് എടുക്കാം. 2025 നമുക്ക് അതിന് പ്രയോജനമാട്ടെ. ഞാൻ എക്സാമ്പിൾ താഴെ പറയുമ്പം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ക്ലർക്കുമാരൊക്കെ.
അവർക്ക് ഒരു സ്റ്റഡി ഇൻകം ഉണ്ടെന്നല്ല, അവരൊന്നും വലിയ ആളൊന്നുമല്ല, വലിയ വരുമാനമൊന്നുമില്ല. ഞാനും ഒരു ക്ലർക്കായിരുന്ന ആളാണ്. അധ്വാനിക്കുകയും ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്താൽ മാത്രമേ ഉയർച്ചയുണ്ടാകത്തുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അന്തസ്സായിട്ട് മുമ്പോട്ട് പോകണം. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് പരമാവധി പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യാനും പറ്റണം. ഇപ്പം നിങ്ങൾക്കൊരു നല്ല നൈപുണ്യമുള്ളൊരു തൊഴിൽ പഠിക്കാൻ പറ്റി, ആ പഠിച്ച തൊഴിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. ഇതൊന്നും പണം മുടക്കാനില്ലാത്ത വലിയ കുബേര കുടുംബം അല്ലാത്ത ഒരാൾക്ക് കൂടെ കൊടുക്കണം. അവനങ്ങനെ കൊടുത്ത് സമൂഹത്തെ മുഴുവൻ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ഈ ജീവിതം, എല്ലാവർക്കും വേണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഷെയറിങ് പറയുമ്പോൾ കെയറിങ് എന്ന് പറയും അല്ലേ. ഷെയറിങ് ഈസ് കെയറിങ്, അതായത് കെയറിങ് ഈസ് ഷെയറിങ്. അപ്പോൾ അത്തരത്തിൽ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാം. നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്കൊരു ഗുണമുണ്ടായി, അവൻ്റെ മുഖത്തുണ്ടാകുന്നൊരു പുഞ്ചിരി അത് കാണുമ്പം നമുക്ക് എത്ര സന്തോഷമല്ലേ. അപ്പോൾ അത് കൂടെ ചെയ്യുന്നവർ ചാരിറ്റിയൊക്കെ എവരി മന്ത് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു പോർഷൻ ചാരിറ്റിയായിട്ട് ചെയ്യുന്നവർ ആലോചിച്ച് നോക്കി, അവരെത്ര സന്തോഷവാന്മാരായിരിക്കണം. കാരണം നമ്മളെക്കൊണ്ട് ചെറിയ ഹെൽപ്പ് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനസ്സന്തോഷം, അതാണ് ഇവിടെ കാണുന്നത്. അപ്പം നമുക്ക് ഷെയറിങ്ങും കെയറിങ്ങും വേണം, ചാരിറ്റിയും വേണം, അതോടൊപ്പം ഡിസിപ്ലിൻഡ് ലൈഫ് വേണം. അതുപോലെ തന്നെ നമുക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ള മനസ്സ് വേണം. ലൈഫ് സക്സീഡ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് സാക്രിഫൈസ് സംതിങ് എൽസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ നല്ല സമയമായിരിക്കാം, കുഞ്ഞുങ്ങളോടും ഭാര്യയോടൊപ്പം കുടുംബത്തിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഗുജറാത്തിലോ ബീഹാറിലോ പോയി സാധനം ഷോപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാം ഫാമിലി ആയിട്ടുള്ള സ്വന്തം. ഇപ്പം ഗൾഫിൽ പോയി ജോലി ചെയ്ത് കുറച്ച് പണം സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യാൻ പോവുക. ആക്ച്വലി വി ആർ സാക്രിഫൈസിങ് എ ലോട്ട്. അപ്പം ഒത്തിരി ഘടകങ്ങൾ ചേരുമ്പോഴാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. സ്മാർട്ട് വർക്ക് വേണം, ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവനായിരിക്കണം, ഒരു സിനിമാ സംവിധായകനെ പോലെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ക്രമീകരിക്കാൻ കഴിയുന്നവനായിരിക്കണം. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ ആകെ മാറ്റങ്ങൾ വരുത്താൻ കെൽപ്പുള്ള ഓരോ പൗരനെയും പൗരത്തെയും സൃഷ്ടിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് പരിശ്രമിക്കാം. ജീവിതം വിജയിച്ചവർ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. പരാജയപ്പെട്ട് നിൽക്കുന്നവർ അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. അങ്ങനെ സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു ഭാരതം, ഒരു സ്വപ്നതുല്യമായ ഒരു കേരളം ഇത് പണിതുയർത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. പ്രൈസ് അവർ ഗോഡ്. എല്ലാവർക്കും ഒരു നല്ല 25 ആശംസിക്കുന്നു. ന്യൂ ഇയറിൻ്റെ എല്ലാ ആശംസകളും കാലേകൂട്ടി തന്നെ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ആൻഡ് പ്രൈസ് അവർ ഗോഡ്. ഇറ്റ്സ് മീ സൈമൺ. യൂട്യൂബ് ചാനലാണ്, അതിൻ്റെ നടത്തുന്ന ആളാണ് ഞാൻ, നിങ്ങൾക്കറിയാം. അപ്പം ഇറ്റ്സ് മീ സൈമണും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് വിജയിക്കാം, വളരാം. ഓക്കെ, താങ്ക് യു.